2021 മാർച്ച് മാസത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കല്യാൺ ജുവലേഴ്സിനെയാണ് ഇന്ന് നമ്മൾ പേഴ്സണൽ അനാലിസിസിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ആദ്യത്തെ ഒരു വർഷത്തോളം ഏകദേശം മാർച്ച് മാസത്തിൽ ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം 2021 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ ഇത് കൃത്യമായിട്ട് ഒരു റേഞ്ചിൽ നിന്ന് കളിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിരുന്നത്. ഇത് മന്ത്ലി ചാർട്ടാണ്. ഈ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇന്ന് വരെയുള്ള മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ആദ്യത്തെ ഏകദേശം ഒരു വർഷത്തോളം കൃത്യമായി ഒരു റേഞ്ചിൽ നിന്ന് കളിച്ചതിന് ശേഷം കൃത്യമായി ഒരു വോളിയം ബിൽഡപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ വോളിയം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ബുള്ളിഷ്നെസ് ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത് കൃത്യമായിട്ടിവിടെ വർക്കൗട്ട് ആവുകയും ചെയ്തു. കൃത്യമായ ഒരു വോളിയത്തോടു കൂടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നൽകിയതിന് ശേഷം 2024 നവംബർ മാസം വരെ ഇത് കൃത്യമായി പറക്കുക തന്നെയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയത് മനസ്സിലാകുന്നതാണിത്. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഏകദേശം ഒരു 825% റീസെൻറ്റ് ഹൈ, അല്ലെങ്കിൽ 2024 നവംബർ വരെ ഏകദേശം 826% വരെ ഇത് ഗ്രോത്ത് നൽകി. അതിനുശേഷമാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ വീണ്ടും ഒരു കൺസോളിഡേഷൻ, അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് ഇത് നിലവിൽ മാറിയിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈയിൽ നിന്നും ഏകദേശം 48 to 50% ഇതൊരു ലോയിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു റേഞ്ചിൽ നിന്ന് നിലവിൽ കളിക്കുന്നത്. എങ്കിൽ പോലും ഇത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് ഈ ഒരു പരിസരത്ത് നമ്മൾ ഓൾറെഡി നമ്മളുടെ പല വീഡിയോകളിൽ നമ്മൾ 20 EMA എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. 20 EMAയുടെ ചെറിയൊരു സപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിലും ഈ ഒരു ബോക്സിനെ കവർ ചെയ്ത് ഒരു വോളിയത്തോടുകൂടി ഒരു കവർ ചെയ്ത ഒരു ക്യാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30% to 32% നമുക്ക് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നിലവിൽ ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അനാലിസിസ്. നമ്മളുടെ ഒരു ഫ്രണ്ട്ലി പേഴ്സണൽ അനാലിസിസ് മാത്രമാണ് ഈ നടത്തുന്നത്. വലിയ ടെക്നിക്കലായിട്ട് അങ്ങനെ ആഴത്തിൽ നമ്മളൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബിഗിനേഴ്സിന് വേണ്ടി നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോക്ക് ഒരു 603 അല്ലെങ്കിൽ 600 to 610 റേഞ്ചിൽ ഇത് ഒരു ബ്രേക്ക് ഔട്ട് ഒരു ക്യാൻഡിൽ നൽകി, വോളിയത്തോട് കൂടിയിട്ടൊരു ക്യാൻഡിൽ നൽകിയാൽ മാത്രമേ ഇത് നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്കുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ എന്ന് വേണേൽ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാം. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ചാർട്ടിലേക്ക് ചാർട്ടും പോട്ടെ, ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഫണ്ടയും കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ EPS റേഷ്യോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിന്, അല്ലെങ്കിൽ മീഡിയൻ ഏകദേശം 5 വർഷത്തെ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിന് ഏകദേശം അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒട്ടും ഒരു അണ്ടർ വാല്യൂഡെന്നും പറയാൻ പറ്റില്ല, ഒരു ഓവർ വാല്യൂഡെന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്നാൽ മീഡിയന് തൊട്ട് മുകളിലാണ് താനും. അതായത് ഏകദേശം വലിയൊരു മീഡിയം റേഞ്ചിലുള്ള ഒരു എക്സ്പെൻസീവ് സ്റ്റോക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. ഇതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമാക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം 2024 ജൂണിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 368 കോടിയാണ്. പക്ഷേ ഈ മാർച്ചിലേക്ക് വന്നപ്പോൾ 399 കോടിയിലേക്ക് മാറി. അതായത് സെയിൽസും അതുപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് വൈസ് നോക്കാൻ നേരത്ത് ചെറിയൊരു വേരിയേഷൻ കാണിച്ചെങ്കിൽ പോലും ഫിഗറിൽ നമ്മൾ നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല ഒരു വേരിയേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലേക്ക് വന്നപ്പോൾ 508 കോടിയിലേക്ക് മാറി. ഏകദേശം ഒരു 100 കോടിയുടെ വ്യത്യാസം അവിടെ നിലവിൽ കഴിഞ്ഞില്ല. അതായത് ലാസ്റ്റ് ക്വാർട്ടറും ഈ ക്വാർട്ടറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടറിന് നല്ല ഇൻക്രീസ് ഫിഗറിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ പെർസെൻറ്റേജിൽ ആ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും സ്റ്റെബിലൈസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഗ്രോത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഇയർ ഓഫ് ഇയർ കാണിക്കാൻ നേരത്താണെങ്കിലും അത്യാവശ്യം നല്ല ഒരു വ്യത്യാസം പ്രോഫിറ്റിൽ, അതായത് ഫിഗർ പ്രോഫിറ്റിൽ കാണിക്കുന്നുണ്ട്. പെർസെൻറ്റേജിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് നിലവിൽ കാണിക്കുന്നത്. അതായത് ഓപ്പറേഷൻ വൈസ് സ്റ്റോക്ക് നല്ല ഒരു കണ്ടീഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ വരുന്ന 7-ാം തീയതിയാണ് ഈ സ്റ്റോക്കിൻ്റെ പുതിയ റിസൾട്ട് വരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറേ നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു ഡൗൺഫാൾ തുടങ്ങിയ സമയത്ത് പല എക്സ്പെർട്ടുകളും പറയുന്നത് കേട്ട്, സ്റ്റോക്ക് ഈ സ്വർണ്ണത്തിൻ്റെ വില ഇത്രയും കൂടിയത് കൊണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന ജ്വല്ലറി സ്റ്റോക്കുകൾക്കൊരു മുൻപോട്ടുള്ള വളർച്ചയെ അത് കാര്യമായിട്ട് ബാധിക്കും എന്നിങ്ങനെ പറയുന്നത് കേട്ടു. മാത്രം യാഥാർത്ഥ്യം ആണെന്നറിയില്ല, എന്തൊക്കെയാണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ സ്റ്റോക്ക് ഈ പറയുന്ന നമ്മുടെ സ്വർണത്തിന് ഇത്രയധികം ഒരു